എമ്പുരാൻ സിനിമ ചർച്ചകളും വിവാദങ്ങളും കൊഴുക്കുകയാണ്. ആദ്യ സമയങ്ങളിൽ അതിൻ്റെ കളക്ഷനെ പറ്റിയുള്ള ചർച്ചകളാണ് നടന്നതെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം അതിൻ്റെ രാഷ്ട്രീയ വിവാദങ്ങളാണ് നടക്കുന്നത്. ശരിക്കും ഇതിനകത്ത് വലിയ രസകരമായ കാര്യങ്ങളുണ്ട്. അതായത് സിനിമാ പ്രേമികളായ സംഘപരിവാർ അനുകൂലികളും സിനിമാ പ്രേമികളായ അത്യാവശ്യം സുഡാപ്പിസം സപ്പോർട്ടേഴ്സും ഇതിൽ ചേരി തിരിഞ്ഞടിക്കുന്നതായിട്ട് കാണാം. അതായത് സിനിമാ പ്രേമികളായ സംഘ സപ്പോർട്ടേഴ്സ് സിനിമയെ പോസിറ്റീവായിട്ടും സിനിമാ പ്രേമികളായ സുഡാപ്പി സപ്പോർട്ടേഴ്സ് ഇതിനെ നെഗറ്റീവായിട്ടും, എന്നാൽ തിരിച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ വലിയ സിനിമാ പ്രേമികളല്ലാത്ത, സിനിമ അധികം കാണാൻ താല്പര്യമില്ലാത്ത സംഗീസ് ടീമുകൾ സിനിമയ്ക്കെതിരായും അതുപോലെ സുഡാപ്പീസ് സിനിമയ്ക്ക് അനുകൂലമായും, അതായത് സിനിമ കാണാത്ത സുഡാപ്പികൾ സിനിമയ്ക്ക് അനുകൂലമായി സിനിമ കാണണമെന്നുള്ള ക്യാമ്പയിന് പ്രചരിപ്പിക്കുന്ന വളരെ രസകരമായ ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിനകത്ത് തന്നെ ഞെട്ടിച്ചത് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ചയാവുന്നത്. പക്ഷേ മുരളി ഗോപിയെ ഈ സിനിമയുടെ പ്രമോഷനിൽ എങ്ങും കണ്ടിട്ടില്ല. ഞാൻ ആകെ ഒരു ഏഷ്യാനെറ്റിൽ ഇൻ്റർവ്യൂ ഒരു മാസം മുമ്പ് കണ്ടതല്ലാതെ തമിഴ്നാട്ടിൽ പോയപ്പോഴാട്ടെ, ബോംബെ പോയപ്പോഴാട്ടെ, കേരളത്തിൽ വന്നപ്പോഴാട്ടെ ഇവിടെ നടന്ന ഒരു ഇൻ്റർവ്യൂവിലും ഒരു ചർച്ചയിലും മുരളി ഗോപിയെ കാണുന്നില്ല. ശരിക്കും എന്താണ് സംഭവിച്ചത്? മുരളി ഗോപിക്കെതിരായിട്ട് അല്ലെങ്കിൽ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിനെ ഏത് രീതിയിലാണ് ഇവർ ഹൈജാക്ക് ചെയ്തത്, പൃഥ്വിരാജ് ഹൈജാക്ക് ചെയ്തത് എന്നുള്ള വിഷയങ്ങളും ഇവിടെ സംസാരിക്കണം. എന്തായാലും വിവാദങ്ങൾ കൊഴുക്കട്ടെ. സിനിമ സൂപ്പർ ഹിറ്റിലോട്ട് പോവുകയാണ്. അതായത് എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ഇപ്പം തമിഴിലെ ഒരു സിനിമ ഹിറ്റായിട്ട് പോലും അതിനേക്കാളും കൂടുതൽ കളക്ഷൻ തമിഴ്നാട്ടിൽ നേടുന്നു. തെലുങ്കിൽ ഈ പറഞ്ഞ ബാൻ ചെയ്തിരിക്കുന്ന ഹിന്ദി മേഖലകളിൽ വലിയ റെക്കോർഡുകൾ നേടുന്നു. കേരളത്തിന് പുറത്ത് GCCയിലും അതുപോലെ യൂറോപ്യൻ കൺട്രീസിലും മറ്റ് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളെല്ലാം സിനിമ ഹിറ്റാവുന്നു. കേരളത്തിലൊരു, അതായത് വിജയുടെ റെക്കോർഡ് പോലും പൊട്ടിച്ച് ഫസ്റ്റ് ഡേ 15 കോടിയിലോട്ട് അടുക്കുന്നു. ഇത്രയും വലിയൊരു ഹിറ്റിലോട്ടാണ് പടം പോകുന്നത്. ഇതിന് ഡീറ്റെയിലിംഗ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇത് നോളൻ സിനിമകളെ പോലെ ഒരുപാട് ചകഞ്ഞന്വേഷിക്കാനുള്ള ഡീറ്റെയിലുകൾ ഈ സിനിമയിലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഈ സിനിമ ശരിക്കും OTTയിൽ വരുമ്പോഴായിരിക്കും ഇതിൻ്റെ കൂടുതൽ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. കാരണം അത്രമാത്രം സംഭവങ്ങൾ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എൻഡ് ക്രെഡിറ്റ് സീനിലൊക്കെ കാണിച്ചേക്കുന്ന ആ റൂട്ട് മാപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇലുമിനാറ്റിയുമായും വലിയ വലിയ നെക്സസ് സംഘടനകളുമായും ചൈനീസ് ലോബികളുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു വേൾഡ് ക്ലാസ് സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ മറ്റൊരു തലം എന്ന് പറഞ്ഞാൽ ഖുറേഷി അബ്രഹാം ലോക ഡോണാണെങ്കിലും നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ വട്ടം പിടിക്കാനായിട്ടില്ല എന്നുള്ള ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. അത് വേറൊരു തരത്തിലുള്ള മോഹൻലാൽ ആരാധകരുടെ ഇടയിലുള്ള ചർച്ചയാണ്.